ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൂട്ടി ടൂട്ട്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ 2014 നടന്ന 117/2014 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ 8 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സോ രണ്ടാമത്തെ പാർട്ടാണ് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. ചോദ്യം നമ്പർ 9. ഗെയിൻ മാർജിൻ ആണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഗെയിൻ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് 1 ഡിവൈഡഡ് ബൈ ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് എന്ന മാഗ്നിറ്റ്യൂഡ് അറ്റ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ആണ്. സോ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫേസ് ഓഫ് ദ സിസ്റ്റം എന്താണ്, -180 ഡിഗ്രിക്ക് ഈക്വൽ ആകുന്ന പോയിന്റ് ആണ്. ഓക്കെ, അത് ഓപ്ഷൻസിലേക്ക് നോക്കാം. സോ ഗെയിൻ മാർജിൻ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ. സോ ബേസിക്കലി നമുക്ക് എന്താ പറയല്, മോഡുലസ് ഓഫ് ജി ജെ ഒമേഗനെ നമുക്ക് ജി ജെ ഒമേഗ എച്ച് ജെ ഒമേഗ, ബിക്കോസ് എച്ച് ഓഫ് എസ് എന്ന് നമ്മൾ എടുക്കൽ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണ് മോസ്റ്റ് കോമൺലി. സോ റെസിപ്രോക്കൽ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ എച്ച് ജെ ഒമേഗ അറ്റ് എന്താണ്, ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. Phase crossover frequency. So what is phase crossover frequency? This is nothing but what, omega pc എന്നാണ് പറയുക. omega pc കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആംഗിൾ ഓഫ് ജി ജെ ഒമേഗ എച്ച് ജെ ഒമേഗ എന്ത് ചെയ്യണം, ഈക്വൽ ടു -180 ഡിഗ്രിക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒമേഗ കിട്ടും. എന്നിട്ട് ആ ഒമേഗൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഇതിൽ 1 ഡിവൈഡഡ് ബൈ ജി ഓഫ് എസ് എച്ച് ഓഫ് എസിൽ, അതായത് 1 ഡിവൈഡഡ് ബൈ ജി ജെ ഒമേഗ എച്ച് ജെ ഒമേഗയിൽ ആ ഒമേഗ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്താണ്, ഗെയിൻ മാർജിൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാന്ന് നോക്കാം നമുക്ക്. ഓപ്ഷൻ വിൽ ബി റെസിപ്രോക്കൽ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ജെ ഒമേഗ അറ്റ് എ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ ഫേസ് ആംഗിൾ ഈസ് -180. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ചോയ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബൈപോളാർ ട്രാൻസിസ്റ്റർ ഈസ് സ്പെസിഫൈഡ് ടു ഹാവ് forward current gain in the range of 8 to 40. The load resistance is 11 ohm. The DC supply voltage VCC is equal to 200 volt and the input voltage to the base circuit is 10 volt. Okay, if VE saturation is 1 volt and VB saturation is 1.5 volt, then what is the collector saturation current? അപ്പോൾ കളക്ടർ സാച്ചുറേഷൻ കറണ്ട് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്ന്. സോ കളക്ടർ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ICE അല്ലേ, സാറ്റ് കളക്ടർ സാച്ചുറേഷൻ കറണ്ട്. കളക്ടർ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഇറ്റ് ക്യാൻ ബി ഈസിലി റെപ്രസെൻറ്റഡ് ബൈ ഫോർമുല ഉണ്ടല്ലോ അല്ലേ. അപ്പം IE സാറ്റിൻ്റെ ഫോർമുല എന്താണ്, ദാറ്റ് വുഡ് ബി സംതിങ് ലൈക്ക് IC sat will be equal to എന്താണ്, VCC minus VCE saturation, VCE saturation divided by load resistance ആയിരിക്കും എന്ത്, IC അല്ലേ, എന്താണ് കളക്ടർ സാച്ചുറേഷൻ കറണ്ട്. ICE സാറ്റിൻ്റെ ഫോർമുല, IC സാറ്റ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. സോ ദാറ്റ് വുഡ് ബി VCC വാല്യൂ നമുക്ക് തന്നാണ്, ഇറ്റ് വാസ് ഗിവൺ ലൈക്ക് എന്താണ് 200 വോൾട്ട്. VCE സാച്ചുറേഷൻ ഓൾസോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, ഇറ്റ് വാസ് എന്താണ് 1 വോൾട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 200 മൈനസ് 1 വോൾട്ട്. ലോഡ് റെസിസ്റ്റൻസ് വാല്യൂ എത്ര തന്നെ, ലോഡ് റെസിസ്റ്റൻസ് ഈസ് 11 ohm. സോ ഡിവൈഡഡ് ബൈ 11 which will be 199 divided by 11. So you will get around 18.09 ampere. ഓപ്ഷൻ ഏതാ നോക്കാം. ഓപ്ഷൻ വിൽ ബി ബി. സോ IC സാറ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടും നമുക്ക്, 18.09 കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, the current rating of the relay is 5 ampere and it is set to be at എത്രയാണ് 150% അല്ലേ. The CT ratio is 400/5. Fault current is 6000 ampere. Then the plug setting multiplier is അല്ലേ, അതായത് പവർ സിസ്റ്റത്തിൽ റിലേ ആൻഡ് പ്രൊട്ടക്ഷനിൽ വരുന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം എന്താണ്, PSM കാണുവാൻ ചോദിച്ചു കഴിഞ്ഞാൽ PSM വിൽ ബി വെരി ഈസി. ദാറ്റ് വുഡ് ബി എന്താണ്, ഫോൾട്ട് കറണ്ട് സീൻ ബൈ ദി റിലേ ബൈ റിലേ പിക്കപ്പ്
അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് വലിയ ഫോർമുല ഒക്കെ ആയിട്ടാണ് കാണാൻ, സിംപിളി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. സോ ഫോൾട്ട് കറണ്ട് സീൻ ബൈ ദ റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾട്ട് കറണ്ട് എത്രയാണ്? 6000 ആംപിയർ ആണ്. അത് പ്രൈമറി സൈഡിൽ കൂടെ പോകുമ്പം റിലേ കാണുക എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സി ടി റേഷ്യോ കഴിഞ്ഞിട്ടാണ് റിലേയിലേക്ക് വയർ ഫീഡ് ചെയ്യുക. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ടി റേഷ്യോൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ നമുക്ക് എന്തുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 6000 ഡിവൈഡഡ് ബൈ സി ടി ആർ ചെയ്ത് കഴിഞ്ഞാൽ റിലേ കാണുന്ന കറണ്ട് കിട്ടും. സോ ബേസിക്കലി ഞാൻ ചെയ്യുന്ന ഐഡിയ രണ്ടും സെയിം തന്നെയാണ്. 6000 ഇൻറ്റു എന്ത് ചെയ്യണം നമ്മൾ? 5 ഡിവൈഡഡ് ബൈ 400 ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഒന്നുമില്ല, 500 ആംപിയർ പ്രൈമറി സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ റിലേ കാണേണ്ടത് എത്രയാണ്? 5 ആംപിയർ. അതാണ് എന്ത് സി ടി റേഷ്യോൻ്റെ അർത്ഥം. അതായത് സി ടി പ്രൈമറിയിൽ കൂടെ 400 ആംപിയർ ഒഴുകിയാൽ സി ടി സെക്കൻഡറിയിൽ 5 ആംപിയർ കിട്ടുന്ന. സപ്പോസ് 500 ആംപിയറിന് പകരം ഫോൾട്ട് വന്നത് കൊണ്ട് 6000 ആംപിയർ എന്ത് ചെയ്ത് പ്രൈമറിയിൽ കൂടെ ഒഴുകി. അപ്പോൾ എത്ര മടങ്ങ് എന്തായിരിക്കണം താഴെ സെക്കൻഡറി സൈഡിൽ വരണം എന്ന് കോമൺ ലോജിക്ക് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരാൾക്കും എന്ത് ചെയ്യാൻ പാടില്ല? 6000 ഇൻറ്റു 400/5 എന്ന് എഴുതാൻ പറ്റില്ല. ബിക്കോസ് അത് തെറ്റാണ്. ബിക്കോസ് എന്താണ്, 400-ന് 5 ആംപിയർ വരുമ്പം 6000-ന് എത്ര വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പിക്കപ്പ് കറണ്ട് എന്ന് പറഞ്ഞാൽ ദ മിനിമം കറണ്ട് അറ്റ് വിച്ച് റിലേ ഹാസ് ടു ഓപ്പറേറ്റ്. അപ്പോൾ റിലേ ഓപ്പറേറ്റ് ചെയ്യേണ്ട കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് റേറ്റിംഗ് ഓഫ് ദ റിലേ 5 ആംപിയർ ആണ്. പക്ഷേ സെറ്റ് ചെയ്തിരിക്കുന്ന എത്രയില്ല? 100%-ൽ 100%-ൽ സെറ്റ് ചെയ്താലേ 5 ആംപിയർ കറണ്ട് വരുമ്പോൾ 100% സെറ്റ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കും? 5 ആംപിയറിൽ തന്നെ പ്രവർത്തിക്കും. ഓക്കെ, ഇവിടെ പറയുന്നത് 150%-ലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മടങ്ങ് 5 ആംപിയറിൻ്റെ വന്നു കഴിഞ്ഞാൽ റിലേ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുള്ളൂ. അതായത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 7.5 അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യണം. നമ്മൾ എന്താ 150% എന്ന് പറഞ്ഞാൽ 150 ഡിവൈഡഡ് ബൈ 100. ഇനി എത്രയാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്ന കറണ്ട്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 5. ഓക്കെ, ഇതൊക്കെ സ്പീഡിൽ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ സ്ലോ ആയിട്ട് എല്ലാവരെയും കൺസിഡർ ചെയ്യണം, അതെൻ്റെ ബാധ്യതയാണ്. സോ അതുകൊണ്ടാണ് എന്തിന് റിയലി സ്ലോ ആയിട്ട് കോൺസെപ്റ്റ് റിവൈസ് ചെയ്തിട്ട് പതുക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് 100 കട്ട് 0 കട്ട് ചെയ്യുക, 0 കട്ട് ചെയ്യുക. ആൻഡ് ദെൻ യു ഹാവ് ഗോട്ട് എത്രയാണ്? 60 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു 5 പിന്നെ ബൈ ഒരു 4 കട്ട് ചെയ്യുക. 1.5 ടൈംസ് 4 എടുക്കുക ആദ്യം. 1 ടൈംസ് 4 എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്താണ്? 36 അല്ലേ? സോ 1.5 ടൈംസ് 4 വിൽ ബി 6. 6ഉം 60ഉം കട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 10. ആൻസർ എന്തായിരിക്കും? 10 ആയിരിക്കും. ഓപ്ഷനിലുണ്ടോ നോക്കാം. 11ൽ 10 ഇതാ, ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ചോയ്സ്. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലെക്സറ്റിക് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫോൾട്ട് കറണ്ട് സീൻ ബൈ ദ റിലേ ഡിവൈഡഡ് ബൈ റിലേ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട മിനിമം കറണ്ട്. ഇന്നത്തോടു കൂടി ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അടുത്തത്. അതിനു മുമ്പ് ഞാനിതൊന്ന് വൈപ്പ് ചെയ്യട്ടെ. ക്വസ്റ്റ്യൻ നോക്കാം. എ 11 kV 100 MVA alternator is grounded through a resistance of 4 ohm. The CT is having a ratio of 500/5. The relay is set to operate when there is a out of balance current of 2 ampere. What is the percentage of generator winding will be protected by the percentage differential protection scheme? നോക്കൂ, പെർസെൻറ്റേജ് ഓഫ് ജനറേറ്റർ വൈൻഡിങ് പ്രൊട്ടക്റ്റഡ് ബൈ ഡിഫറൻഷ്യൽ സ്കീം കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് എന്താണ്? 1 മൈനസ് പ്രൈമറി കറണ്ട് ബൈ റെസിസ്റ്റൻസ് കറണ്ട് ഇൻറ്റു എന്താണ്? 100. ഓക്കെ, സോ 1 മൈനസ് IP ബൈ IR ഇൻറ്റു 100 നമ്മൾ എഴുതി. സോ അത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സൈഡിൽ കൂടെ ഒഴുകുന്ന കറണ്ടാണ്. സോ കറണ്ട് ഫ്ലോ ത്രൂ ദ പ്രൈമറി സൈഡ്. IR ഈസ് നത്തിങ് ബട്ട് വാട്ട്? IR എന്താണ്? V ഫേസ് ബൈ റെസിസ്റ്റൻസ് വാല്യൂ. ഓക്കെ, ഐ പ്രൈമറി എങ്ങനെ കാണുക? നമുക്ക് എന്തുണ്ട്? CTR ഉണ്ട് അല്ലേ? CT റേഷ്യോ ഉണ്ട്. അതായത് 500/5 ആണ്. ആൻഡ് ദ റിലേ ഈസ് സെറ്റ് ടു ഓപ്പറേറ്റ് വെൻ ദർ ഈസ് ആൻ ഔട്ട് ഓഫ് ബാലൻസ് കറണ്ട്. അതായത് ഫോൾട്ട് കറണ്ട് സീൻ ബൈ ദ റിലേ ഈസ് എന്താണ്? 2 ആംപിയർ ആണ്. ഓക്കെ, സോ പ്രൈമറി കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? നോക്കൂ, 500 ആംപിയറിന് 5 ആംപിയർ ആയിരിക്കും CT എന്ത് ചെയ്യുക? സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിന് പകരം 2 ആംപിയർ എവിടെ കാണുന്നുണ്ട്? റിലേയിൽ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാക്കുക. 5 ആംപിയർ കിട്ടുന്നിടത്ത് 500 പ്രൈമറി വരണം. ഇവിടെ 2 ആംപിയർ ആണ്, 200 ആയിരിക്കും പ്രൈമറിയിൽ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് എന്താണ്? വി ഹാവ് ടു സോൾവ് ഇറ്റ് ലൈക്ക് 2 ഇൻറ്റു CTR, അതായത് റിലേ കറണ്ട് ഇൻറ്റു CTR ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ ദാറ്റ് വുഡ് ബി 500 ഡിവൈഡഡ് ബൈ എന്താണ്?
500 divided by 5, so that would be nothing but what എന്നാണ് 200 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇനി ഇത് ചെയ്താൽ മതി. വി ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന 11 kV ആണ് ഇൻപുട്ടിൽ തന്നിട്ടുള്ളത്. 11 kV എന്ന് പറഞ്ഞാൽ എന്താ, ലൈൻ ടു ലൈൻ RMS വാല്യൂ. സോ യു ഹാവ് ടു ഡിവൈഡഡ് ബൈ √3 ഇൻ ഓർഡർ ടു ഗെറ്റ് വി ഫേസ്. സോ 11 kV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,000 ഡിവൈഡഡ് ബൈ √3 അതിൻ്റെ ഫേസ് വാല്യൂ. റെസിസ്റ്റൻസ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 ആണെന്ന്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുക, 1 മൈനസ് IP/IR ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻസർ. സോ ദ ആൻസർ വാസ് എന്താണ്, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ സംതിങ് അറൗണ്ട് 87 പോയിൻറ്റ് സം വാല്യൂ ആണ്. സോ എനിവേ അത് ഓപ്ഷനിൽ ഇല്ലായിരുന്നു. സോ ദാറ്റ് ക്വസ്റ്റ്യൻസ് വാസ് എന്താണ്, ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് പിന്നെ ഉണ്ടായത്. സോ ഓപ്ഷൻസിൽ ഇല്ലാത്തത് കാരണം ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ദ വെബ്സൈറ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യൻ്റെ കോഡ് എത്രയാണ്, 117/2014. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഐ എം ഗോണ ഇറേസ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഹാസ് എ കണക്റ്റഡ് ലോഡ് ഓഫ് 500 മെഗാവാട്ട് ആൻഡ് എ മാക്സിമം ഡിമാൻഡ് ഓഫ് എന്താണ് 300 മെഗാവാട്ട് അല്ലേ. The unit generated being 600 into 10⁻⁶ per annum, then the load factor is. So basically load factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is nothing but what, load factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ load factor is nothing but what, average demand divided by maximum demand. സോ ആവറേജ് ഡിമാൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് പെർ ആനം, ഒരു വർഷത്തിൽ എത്ര യൂണിറ്റ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, നമുക്ക് വർഷത്തിൽ എത്ര മണിക്കൂറുകളുണ്ട് അല്ലേ. നമുക്ക് കിലോ വാട്ട് അവറിലാണ് എന്ത് ചെയ്യുക, നമ്മൾ യൂണിറ്റ്സ് നോർമലി എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും ആവറേജ് ഡിമാൻഡ് ഇൻ കിലോ വാട്ട്സിലാണ് കിട്ടുക. പക്ഷേ നോക്കൂ, മാക്സിമം ഡിമാൻഡ് എന്തിലാണ് തന്നിട്ടുള്ളത്, അത് മെഗാവാട്ടിലാണ്. സോ അവിടെയാണ് ഇതിലൊരു അധിക പേർക്കും എന്തുണ്ടാവുക, ഒരു ട്വിസ്റ്റായിട്ട്, അതായത് മേ ബി ഇത് തെറ്റാനുള്ളൊരു സാധ്യത ഉള്ളൊരു ഏരിയ. അപ്പം നോക്കാം, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആവറേജ് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 600 into 10⁻⁶ യൂണിറ്റ് ഒരു വർഷത്തിൽ ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് നത്തിങ് ബട്ട് വാട്ട് എന്താണ്, അത്രക്കും കിലോ വാട്ട് ഹവർ പെർ ആനോമാണ് അല്ലേ. നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ്, അതായത് നമുക്കറിയാം ഒരു യൂണിറ്റ് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ആണ് അല്ലേ. അപ്പോൾ ഒരു വർഷത്തിൽ ഇത്രക്കും യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വർഷത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ മണിക്കൂറുകൾ കൊണ്ട് ഹരിച്ചാലല്ലേ കിലോ വാട്ടിൽ ആൻസർ കിട്ടുള്ളൂ. സി, ഒരു വർഷത്തിൽ കിലോ വാട്ട് ഹവർ ഇത്രക്കും ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഹവേഴ്സ് ഇൻ ആൻ ഇയർ. ഓക്കെ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 × 365 നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് 8760 ആയിരിക്കും കേട്ടോ. 8760. ഇത് അറിഞ്ഞിരിക്കണം ഈ പ്രോബ്ലം ചെയ്യുവാനായിട്ട്. ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇത് നമുക്ക് എന്താ ആൻസർ കിട്ടാൻ നോക്കണേ, ശ്രദ്ധിക്കണം. ദിസ് ഈസ് നത്തിങ് ബട്ട് വാട്ട്, ന്യൂമറേറ്ററിൽ എന്താ കിലോ വാട്ട് ഹവറിലാണ് ഈ സാധനം, ദിസ് ഈസ് ഹവറിലാണ്. സോ നിങ്ങൾക്ക് കിട്ടൽ എന്തിലാ, കിലോ വാട്ടിലാണ് കിട്ടുക. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 300 മെഗാവാട്ടിന് നിങ്ങൾ എന്ത് ചെയ്യണം, കിലോ വാട്ടിലേക്ക് മാറ്റണം. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ കിലോ വാട്ടിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മെഗാവാട്ടിലാകും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഈ 2 റേഷ്യോ വെച്ച് കട്ട് ചെയ്യുക, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ഫാക്ടർ ഇൻ പെർസെൻറ്റേജ്. സോ ക്വസ്റ്റ്യനിൽ ലോഡ് ഫാക്ടർ പെർസെൻറ്റേജിലാണ് ചോദിച്ചത്. സോ ഫൈനൽ ആൻസർ വുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 100 എന്തായാലും ഉണ്ടാവും. ഓക്കെ, സോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. സോ ഇവിടെ കിലോ വാട്ടിലാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എഴുതണം 300 × 1000, ബിക്കോസ് അപ്പോഴേ അത്രക്കും കിലോ വാട്ടാവുള്ളൂ. സോ കിലോ വാട്ടും വെട്ടിപ്പോയി ഇൻറ്റു 100 ചെയ്താൽ യു വിൽ ഗെറ്റ് എന്താണ് 22.83% കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ബിക്കോസ് എല്ലാം വെൽ സ്പെസിഫൈഡ് ആണ്. ഓക്കെ, സോ അത് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആൻസർ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ യൂണിറ്റുകൾ സെയിം ആക്കിയിട്ട് വേണം റേഷ്യോ എടുക്കാനായിട്ട്. ഇത് ഡയറക്റ്റ്ലി മെഗാവാട്ടിലാണ് തന്നത്. സോ മുകളിൽ നമുക്ക് കിലോ വാട്ടിലാണ് കിട്ടുക, അതിനെന്ത് ചെയ്യണം, കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 132 kV 200 km long transmission line has a reactance of 0.2 ohm per phase per kilometer. അങ്ങനെ ബേസിക് ആയിട്ട് 0.2 ohm per phase per kilometer എന്തുണ്ട്, ട്രാൻസ്മിഷൻ ലൈൻ്റെ റിയാക്ടൻസ് ഉണ്ട്. പക്ഷേ ലൈൻ ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ അത്രക്കും എന്തുണ്ടാകും, റിയാക്ടൻസ് ഉണ്ടാകും അല്ലേ. അത്രക്കും 0.2 ohm per phase ഉണ്ടാകും. എന്ത് ടോട്ടൽ ലൈൻ കിട്ടണമെങ്കിൽ ഇൻറ്റു 200 കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകെ തുക. വാട്ട് ഈസ് ദ റിയാക്ടൻസ് പെർ ഫേസ് ഇൻ പെർ യൂണിറ്റ് ഓൺ എ 100 MVA ബേസ്? ഓക്കെ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം നമുക്ക്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ റിയാക്ടൻസ് ബേസിക്കലി എത്ര തന്നിരിക്കുന്നത്, 0.2 ohm per phase
പെർ കിലോമീറ്റർ. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ റിയാക്ടൻസ് പെർ ഫേസ് ഇൻ പെർ യൂണിറ്റ്. റിയാക്ടൻസ് പെർ ഫേസ് അല്ലേ, റിയാക്ടൻസ് പെർ ഫേസ് ഇൻ പി യു ആണ് വേണ്ടി. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ. ഓക്കെ, സോ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കണേ. ഇത് 0.2 ഓം പെർ ഫേസ് പെർ കിലോമീറ്റർ. അപ്പോൾ ടോട്ടലി ആക്ച്വൽ എത്ര ഉണ്ടാകും? 0.2 ഇൻറ്റു 200 കിലോമീറ്ററാണ് ലൈൻ ലെങ്ത്. ഇനി ബേസ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരാൾക്ക് ബേസ് വാല്യൂ കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ അയാൾക്കുള്ള ഷോർട്ട് കട്ടാണ് ഇത്. ഷോർട്ട് കട്ട് എന്നല്ല, ഒരു സിമ്പിൾ ട്രിക്ക് ടു റിമെമ്പർ. സി ബേസ് വാല്യൂ ഇത് റിയാക്ടൻസ് അല്ല. റിയാക്ടൻസ് ഈസ് ഹാവിങ് ദ ഡയമെൻഷൻസ് ഓഫ് എന്താണ്? ഇംപീഡൻസ്. ഇംപീഡൻസിൻ്റെ അതേ ഡയമെൻഷൻ വരണം റിയാക്ടൻസിന്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സി നിങ്ങളെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? MVA ഉണ്ട്, അതേപോലെ തന്നെ KV ഉണ്ട്. ഓക്കെ, ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഡയമെൻഷനലി എന്ത് കിട്ടണം? ഇംപിഡൻസിൻ്റെ ഫോർമുല കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം നമുക്ക്. ഞാൻ ന്യൂമറേറ്ററിൽ KV² എടുത്ത്, KV² ഡിവൈഡഡ് ബൈ MVA എടുത്ത്. കിലോ ഇൻറ്റു കിലോ എന്താണ്? മെഗാ ആയിട്ട് ക്യാൻസൽ ആവും അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ വോൾട്ട് ആംപിയറിലെ വോൾട്ടും ഇവിടെ KVയിൽ ഒരു വോൾട്ടുമായിട്ട് കട്ട് ചെയ്ത്. സോ യു വിൽ ഗെറ്റ് എന്താ? വോൾട്ട് ബൈ ആംപിയർ, വിച്ച് ഈസ് നത്തിങ് ബട്ട് വാട്ട്? ഒരു തരം ഇംപിഡൻസിൻ്റെ യൂണിറ്റ് ആയിട്ട് കിട്ടി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട്? റെസിസ്റ്റൻസിന് അപ്ലിക്കബിൾ ആയിരിക്കും, റിയാക്ടൻസിന് അതേ ഡയറക്ഷൻ അല്ല ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? KV² ബൈ MV ആണ് ചെയ്യേണ്ടത്. മനസ്സിലായി? അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുക? ഫോർമുല കാണാതെ പഠിക്കാനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യുക? MVA ഡിവൈഡഡ് ബൈ KV² ചെയ്ത് അയാൾക്ക് അഡ്മിറ്റൻസാണ് കിട്ടുന്നത്. നമ്മളെന്താ ചെയ്തത്? KV² ഡിവൈഡ് ബൈ MV. അപ്പോൾ നിങ്ങൾക്ക് ഇംപിഡൻസ് കിട്ടും. ഒരാൾ മറന്നു പോയിട്ട് MVA ഡിവൈഡഡ് ബൈ KV² ചെയ്യുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പേപ്പറിൻ്റെ സൈഡിലൊന്ന് എഴുതി നോക്കാം. MVA ഡിവൈഡഡ് ബൈ KV² ചെയ്യുകയാണെങ്കിൽ MVA ഡിവൈഡഡ് ബൈ KV ഇൻറ്റു KV, എമ്മും ക്യാൻസൽ ചെയ്യുക. VA ഡിവൈഡഡ് ബൈ V² വരും. വിയും ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ മുകളിലുണ്ടായാലും എന്താ? ആംപിയർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. അത് അഡ്മിറ്റൻസിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് എഴുതാം എന്താണ്? KV² ഈസ് നത്തിങ് ബട്ട് വാട്ട്? 132 ഇൻറ്റു 132 ഡിവൈഡഡ് ബൈ എത്രയാണ്? MVA ബേസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 100. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2 ഇൻറ്റു 20 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 132 ഇൻറ്റു 132 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്താണ്? യുവർ ആൻസർ വുഡ് ബി 0.23. സോ ബേസിക്കലി എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ക്വസ്റ്റ്യനിലെ പ്രോബ്ലംസ് കുറച്ച് എന്താണ്? കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യേണ്ടി വരും. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ ദോസ് ഹു ആർ വെരി ഫെമിലിയർ വിത്ത് മാത്തമാറ്റിക്സ് ആൻഡ് കാൽക്കുലേഷനിൽ നല്ല സ്പീഡുള്ളാക്ക് ദേ ക്യാൻ സ്കോർ ബെറ്റർ റാങ്ക്സ് ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. സോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് ഒറ്റ വാക്കിൻ്റെ ആൻസർ വരുന്ന പ്രോബ്ലംസ് മാത്രം പ്രതീക്ഷിച്ച് പോകരുത്. യു ക്യാൻ ഗെറ്റ് എന്താണ്? നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാം കേട്ടോ. സോ ബി റെഡി ഫോർ ദാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോ ബിഫോർ ദാറ്റ് ഐ എം ഗോണ ഇറേസ് ദിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ എ ഫോൾട്ട് ലിമിറ്റിംഗ് റിയാക്ടർ? ഫോൾട്ട് ലിമിറ്റിംഗ് റിയാക്ടറിന് എന്താണ് ശരിയല്ലാത്തത്? ഏത്? ദേ ലിമിറ്റ് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ടു എ സേഫ് വാല്യൂ. അടുത്തത് ദേ പ്രൊട്ടക്ട് ദ സർക്യൂട്ട് ബ്രേക്കേഴ്സ് വിച്ച് ഹാവ് ഇൻഅഡിക്വേറ്റ് റേറ്റിംഗ്. ദേ ഇംപ്രൂവ് ദ വോൾട്ടേജ് റെഗുലേഷൻ. അടുത്തത് എന്താ പറയുന്നത്? ദേ അവോയ്ഡ് ദ ഫോൾട്ട് ഫ്രം സ്പ്രെഡിങ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ട്രൂ ആണ്? ശരിയല്ലാത്തത് ഏത്? അപ്പോൾ എന്താ? ഫോൾട്ട് ലിമിറ്റിംഗ് റിയാക്ടർ അല്ലെ കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടർ എന്ത് ചെയ്യൂല? വോൾട്ടേജ് റെഗുലേഷൻ ഇംപ്രൂവ് ചെയ്യൂല. ഓക്കെ, സോ ഓപ്ഷൻ സി എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ദ റോങ്. ബാക്കി എന്താണ്? ഒക്കെ ശരിയാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻ സി വുഡ് ബി ദ റൈറ്റ് ചോയ്സ്. വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി പോസിറ്റീവ് സീക്വൻസ് ഇംപിഡൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഓപ്ഷൻസ് 2 times greater than negative sequence impedance, equal to negative sequence impedance, half of negative sequence impedance, none of the above. അപ്പോൾ നമുക്കറിയാം എന്ത്? ട്രാൻസ്ഫോമറിൻ്റെ പോസിറ്റീവ് സീക്വൻസ് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സീക്വൻസ് ഇംപിഡൻസിന് തുല്യമായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. യെസ്, ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ചോയ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 parallel alternators, each rated 11 kV, 50 MVA and each having a subtransient reactance of 15% are connected to a bus bar. What is the fault current for a fault on the feeders near the bus bar? Near the bus bar ലുള്ള fault എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സോ അത് കാണുവാൻ വേണ്ടി നമുക്ക് അറിയാവുന്നത്
ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 15 MVA ഡിവൈഡഡ് ബൈ 2 ആൾട്ടർനേറ്റർ പാരലലി കണക്ട് ചെയ്തിന്. സോ അതിൻ്റെ സബ്ട്രാൻസിൻ്റെ റിയാക്ടൻസിൻ്റെ എഫക്റ്റീവ് വാല്യൂ വുഡ് ബി 15% ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് 0.15. രണ്ടെണ്ണമാണ് പാരലൽ, സോ എണ്ണം കൊണ്ട് ഹരിച്ചിരിക്കണം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് എന്താണ് 100 ഡിവൈഡഡ് ബൈ 0.15. സോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 666.67 MVA. ഇത്രയൊക്കെയാണ് ഫോൾട്ട് MVA ഉണ്ടാവുക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ചോയ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചോദിക്കുക, ക്വസ്റ്റ്യനിൽ ചോദിക്കുക 5 ആൾട്ടർനേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫോൾട്ട് ലെവൽ നിയർ ദ ബസ് ബാർ എന്തായിരിക്കും? റേറ്റഡ് MVA 50 ഡിവൈഡഡ് ബൈ ഇൻഡിവിജ്വൽ സബ്ട്രാൻസിയൻറ്റ് റിയാക്ടൻസ് ഡിവൈഡ് ബൈ എണ്ണം 0.15. ഞാൻ 5 എണ്ണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഡിവൈഡ് ബൈ 5 ചെയ്യണം. അതായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഫോൾട്ട് MVA. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? സോ ഇതൊക്കെ പവർ സിസ്റ്റത്തിൽ ഫോൾട്ട് അനാലിസിസ് സെക്ഷനിൽ വരുന്ന കേസാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The positive sequence and zero sequence impedance of a generator are X1 and X0 respectively. If its neutral is grounded through a reactance Xn, the single line to ground fault is more severe than a three-phase fault at its terminal when. നോക്കാം നമുക്ക്. സോ ബേസിക്കലി പോസിറ്റീവ് സീക്വൻസ് ആൻഡ് സീറോ സീക്വൻസ് ഇമ്പഡൻസ് ഓഫ് എ ജനറേറ്റർ X1 ആൻഡ് X0 റെസ്പെക്റ്റീവ്ലി. ന്യൂട്രൽ ഈസ് ഗ്രൗണ്ടഡ് ചെയ്തിന്. സിംഗിൾ ലൈൻ ടു ഫോൾട്ട് ഗ്രൗണ്ട് അല്ലേ? LG ഫോൾട്ട് എപ്പോഴാണ് സിവിയർ ആവുക? എന്താണ് ട്രിപ്പിൾ L, അതായത് സിമെട്രിക്കൽ ഫോൾട്ടിനെക്കാട്ടിലും എന്നാണ് ചോദിക്കുക. അപ്പോൾ ബേസിക്കലി നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. LG ഫോൾട്ടിനകത്ത് ഫോൾട്ട് കറണ്ട് വിൽ ബി എന്തായിരിക്കും? ഫോൾട്ട് കറണ്ട് വിൽ ബി 3 times EMF ഡിവൈഡഡ് ബൈ പോസിറ്റീവ് സീക്വൻസ് X1 പ്ലസ് നെഗറ്റീവ് സീക്വൻസ് X2 പ്ലസ് സീറോ സീക്വൻസ് X0. പിന്നെ എന്താ പറഞ്ഞത്? റിയാക്ടൻസ് വെച്ച് ഗ്രൗണ്ട് ചെയ്തെന്ന് പറഞ്ഞില്ല. അപ്പം 3 times Xn ഉണ്ടാവും. റെസിസ്റ്റൻസ് വെച്ചിട്ടാണെങ്കിലോ 3 times Rn ഉണ്ടാവും. ഓക്കെ, ഇൻ കേസ് ഓഫ് ട്രിപ്പിൾ L ഫോൾട്ടിൽ എന്താണ് നമുക്ക് കിട്ടുക? ഫോൾട്ട് കറണ്ട് വിൽ ബി എന്താണ്? ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ പോസിറ്റീവ് സീക്വൻസ്. റെഡി അല്ലേ? സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ സിംഗിൾ ലൈൻ ടു ഫോൾട്ട് കറണ്ട് മോർ സിവിയർ ആവണം. അപ്പം IF-LG, IF-LL. അപ്പം IF-LG ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? IF-LL ആവണം. ഓക്കെ, സോ ഇൻ കേസ് എന്ത് ചെയ്യുക? ഇങ്ങനെ വരികയാണെങ്കിൽ 3E ഡിവൈഡഡ് ബൈ X1 പ്ലസ് X2 പ്ലസ് X0 plus 3Xn should be greater than E divided by X1. അങ്ങനെ എഴുതി കൂടാം നമുക്ക്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതും ക്യാൻസൽ ചെയ്യാം. സോ നോക്കാം, ഈ IF-LG ഫോൾട്ട് കറണ്ട് കൂടുതലാവണമെങ്കിൽ ദിസ് വാല്യൂ ഹാസ് ടു ബി ലെസ്സർ ആയിരിക്കണം ദാൻ ദിസ് വാല്യൂ അല്ലേ? ബിക്കോസ് നമുക്കെന്താ അവിടെ 3 times ഉണ്ട്. സോ ബേസിക്കലി നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ എന്ത്, അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്ത് വരും? ഇങ്ങനെ വരും. X1 പ്ലസ് X2 പ്ലസ് X0 പ്ലസ് 3Xn വിൽ ബി എന്തായിരിക്കും? സൈൻ വിൽ ബി ലെസ് ദാൻ 3 times X1 ബിക്കോസ് ഇത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത്. ഓക്കെ, സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് രീതിയായാലും നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അറിയാം, ലീനിയർ ഇനിക്വാളിറ്റീസ് അറിയണം എന്നേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കുന്നത് 3Xn. സോ 3Xn ഷുഡ് ബി 3X1 മൈനസ് X1 മൈനസ് X2 മൈനസ് X0 ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? 3Xn ലെസ് ദാൻ 2X1 മൈനസ് X2 മൈനസ് X0 എന്ന് എഴുതാം. സോ ഇനി ഒരു അസംഷൻ എടുക്കുക. എന്ത്? പോസിറ്റീവ് സീക്വൻസും നെഗറ്റീവ് സീക്വൻസും ഓൾമോസ്റ്റ് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യാം? വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് 3Xn, അല്ലെങ്കിൽ Xn സിംപ്ലി എടുക്കാം അല്ലേ? Xn എടുക്കുകയാണെങ്കിൽ Xn വിൽ ബി ലെസ് ദാൻ ഈ 1/3 ഉള്ളിലേക്ക് വരും. 2X1 മൈനസ് ഇതും ഇതിലൊരു X1 കളഞ്ഞു പോയാൽ എന്താക്കാം നമുക്ക്? യു ക്യാൻ റൈറ്റ് X1 മൈനസ് X0. സോ എക്സ്പ്രഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. Xn വിൽ ബി ലെസ് ദാൻ 1/3 ഇൻറ്റു Xn മൈനസ് X0. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ചോയ്സ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. A scheduled speed of 55 km per hour is required between two stops 1.5 km apart. If the stop is 20-second duration, what is the actual time of run for the train?
ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് അപ്പിയർ ചെയ്തു എന്നുള്ളൂ, നോ വറീസ് അറ്റ് ഓൾ. ബിക്കോസ് എക്സാമിനേഷൻ എന്താണ്, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അല്ലേ, ഇൻസ്പെക്ടറിൻ്റെ എക്സാമാണ്. സോ ഒരു നല്ല എന്താണ് പ്രസ്റ്റീജിയസ് പോസ്റ്റാണ്. അപ്പോൾ യു ക്യാൻ എക്സ്പെക്ട് ദാറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലം ആസ് വെൽ. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾഡ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, സ്റ്റോപ്പിംഗ് ടൈമും വരും റൺ ടൈമും കൂടി കൂട്ടിയിട്ടാണ് എന്ത് പറയുക നമ്മൾ ഷെഡ്യൂൾഡ് ടൈം പറയുക. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആക്ച്വൽ ടൈം ഓഫ് റൺ ഫോർ ദ ട്രെയിൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ബേസിക്കലി ഇങ്ങനത്തെ പ്രോബ്ലം തരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ യൂണിറ്റും ഒന്നിലേക്ക് മാറ്റുക. സോ കിലോമീറ്റർ പെർ ഹവർ ഇഷ്ടമല്ലാത്തവർക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. സോ ഇവിടെ സെക്കൻഡിലും ഇവിടെ കിലോമീറ്ററിലും ഇവിടെ കിലോമീറ്റർ പെർ ഹവറിലാണ് ചെയ്ത്. സോ നിങ്ങൾ ആൻസർ എന്താ സെക്കൻഡ്സിൽ. സോ ബെറ്റർ എന്താണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 18/5 ചെയ്താൽ മതി അല്ലേ. അതൊക്കെ ഒന്ന് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. ഹവർ കിലോമീറ്റർ പെർ ഹവറിൽ ഹവർ എന്ന് പറഞ്ഞാൽ എത്ര 3600 സെക്കൻഡ്. സോ റേഷ്യോ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് 18/5 കിട്ടും. ഓക്കെ, സോ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 1500 മീറ്റർ കവർ ചെയ്യണം അല്ലേ. ട്രെയിനിൻ്റെ സ്പീഡ് എത്ര പറഞ്ഞേ, 45 × 18/5. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തിട്ടും നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് സ്പീഡ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് ടൈം തരും അല്ലേ. ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെലോസിറ്റിയാണ് അല്ലേ. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്കറിയാം എപ്പോഴും ബേസിക്കൽ ഫോർമുല എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസിക്കൽ വെലോസിറ്റി ഇൻറ്റു ടൈം കണ്ടുപിടിക്കണം എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് എന്ത്, 1500 മീറ്റർ. വെലോസിറ്റി എത്രയാണ്, 45 × 18/5 അല്ലേ. ചെയ്ത് കഴിഞ്ഞാൽ എന്തിട്ട് നമുക്ക് യു വിൽ ഗെറ്റ് 9 × 18 ഡിവൈഡഡ് ബൈ 1500 ചെയ്താൽ യു വിൽ ഗെറ്റ് എന്തായിരിക്കും 120 സെക്കൻഡ്സ് ആണെന്ന് തോന്നുന്നു. സോ ദിസ് വിൽ ബി എന്തായിരിക്കും ഷെഡ്യൂൾഡ് ടൈമാണ് എന്ത് ആ സ്റ്റോപ്പുകൾക്കിടയിലുള്ളത്. പക്ഷെ നമുക്ക് എന്താ കിട്ടേണ്ടത്, ആക്ച്വൽ ടൈം ഓഫ് റൺ അല്ലേ ചോദിച്ചത് അല്ലേ. ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ, യെസ് ആക്ച്വൽ ടൈം ഓഫ് റൺ ആണ് ചോദിച്ചത് അല്ലേ. അങ്ങനെ ഒഴുകാൻ വേണ്ടിയുള്ള സമയമാണ് ചോദിച്ചത്. സോ എന്ത് ചെയ്യണം നിങ്ങൾക്ക്, ആക്ച്വൽ ടൈം ഓഫ് റൺ വുഡ് ബി ആക്ച്വൽ റൺ ടൈം 120 സ്റ്റോപ്പിംഗ് ടൈം എന്ത് ചെയ്യുന്നത് ഇതായിരിക്കും ടോട്ടൽ എന്ത് ചെയ്യുക ഷെഡ്യൂൾഡ് ടൈം മൈനസ് എന്ത് ചെയ്യണം, സ്റ്റോപ്പിംഗ് ടൈം കുറയ്ക്കണം. സ്റ്റോപ്പിംഗ് ടൈം എത്രയാണ് ക്വസ്റ്റ്യനിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് 20. സോ യു വിൽ ഗെറ്റ് എന്താണ് 100 സെക്കൻഡ്സ് ആയിരിക്കും ആൻസർ. ഓക്കെ അല്ലേ. സോ 100 സെക്കൻഡ്സ്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ചോയ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the supply voltage of electric traction in Kerala? So electric traction in Kerala supply voltage നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ 25000 വോൾട്ടേജ് എ സി ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് 25 kV എ സി ആയിരിക്കും. അടുത്ത് വാട്ട് ഈസ് ദ ഡെസിമൽ നമ്പർ ഫോർ 10101. സോ 101 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എത്രയാണെന്ന് ചോദിക്കണം. സോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 10101. സോ ഈ അറ്റത്തുള്ള പറഞ്ഞാൽ 2⁻0 ആയിരിക്കും. ദിസ് ഈസ് നത്തിങ് ബട്ട് വാട്ട് 2⁻1. ദിസ് ഈസ് നത്തിങ് ബട്ട് വാട്ട് 2⁻2. ഇതെന്തായിരിക്കും 2⁻3. അങ്ങനെ ആ ഓർഡറിലല്ലേ പോവാ. 2⁻3. ദിസ് ഈസ് 2⁻4. സോ ദിസ് ഈസ് 1 2 4 8 ആൻഡ് ദെൻ 16. 16 ഒന്നുണ്ട്, 4 ഒന്നുണ്ട്, 1 ഒന്നുണ്ട്. സോ 21 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എന്തായിരിക്കും, എ വിൽ ബി ദ റൈറ്റ് ചോയ്സ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് വിച്ച് ഗേറ്റ് ഈസ് നോൺ ആസ് ഇൻവെർട്ടർ ഗേറ്റ്. ഇൻവെർട്ടർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ 1 കൊടുത്താൽ 0 ആക്കണം, 0 കൊടുത്താൽ 1 ആക്കണം. സോ നോട്ട് ഗേറ്റിൽ കൂടെ പാസ് ചെയ്യുന്നതിന് തുല്യമാണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ചോയ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബൈനറി സ്റ്റോറേജ് ഡിവൈസ്. സോ ബൈനറി സ്റ്റോറേജ് ഡിവൈസ് ആണെങ്കിൽ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യാം, SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് എന്താണ് ബൈനറി സ്റ്റോറേജ് ഡിവൈസുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി. സി എക്സാമിനേഷനകത്ത് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ആദ്യം ഒരു റൗണ്ടിൽ ഫുള്ള് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നേരത്തെ കണ്ട ഫോൾട്ട് അനാലിസിസിലെ പ്രോബ്ലങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്യണം. അല്ലാതെ ഒരുപാട് സമയം അവിടെ പോകും ഇങ്ങനത്തെ ഈസി ക്വസ്റ്റ്യൻസ് മിസ് ആവും കേട്ടോ. ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. അടുത്ത് 24. ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ ഓഫ് ഇൻറ്റൽ 8085 മൈക്രോ പ്രോസസ്സർ അല്ലേ. 8085ൻ്റെ അഡ്രസ് മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എത്ര ബിറ്റുകളാണ്. സോ നമുക്കറിയാം, ബേസിക്സ് പഠിച്ച ഒരാൾക്കറിയാം എന്താണ്, ഇറ്റ് ഈസ് ഹാവിങ് എ 16 ബിറ്റ് ഓഫ് അല്ലേ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. അടുത്ത് a voltage V is applied across an RLC series circuit. So RLC series circuit നാത്ത് എന്തുണ്ട്, വോൾട്ടേജ് V അപ്ലൈ ചെയ്തിട്ടുണ്ട്. എ വോൾട്ട്മീറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് L and C. L and Cൻ്റെ അക്രോസ് എന്ത് ചെയ്യുന്നത്, വോൾട്ട്മീറ്റർ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നത്. വാട്ട് വിൽ ബി ദ റീഡിംഗ് ഓഫ് വോൾട്ട്മീറ്റർ അറ്റ് റെസണൻസ്. സോ റെസണൻസിൽ നിങ്ങൾക്ക് അറിയാം രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ബേസിക്കലി എന്താ, വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ വിൽ ബി എന്തായിരിക്കും, +J ഇൻറ്റു ക്വാളിറ്റി ഫാക്ടർ
ടൈംസ് സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും. കപ്പാസിറ്റൻസ് വോൾട്ടേജ് പറഞ്ഞാൽ പ്ലസ് ക്വാളിറ്റി ഫാക്ടർ ടൈംസ് സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും. ദിസ് വുഡ് ബി മൈനസ്. സോ ഇതിൻ്റെ അക്രോസ് രണ്ടിൻ്റെ അക്രോസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക ഒരുമിച്ച് വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നത്. സോ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കഴിഞ്ഞാൽ വോൾട്ട് മീറ്റർ ഷോസ് എന്താണ് 0 റീഡിങ്. സോ നോക്കാം ഇവിടെ ക്വാളിറ്റി ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും L⍵/R ആയിരിക്കും. അതർവൈസ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക 1/√of എന്താണ് L/1/R × √L/C അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക. സി ഇതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഒമേഗക്ക് എന്ത് ചെയ്യുക സി ഒമേഗ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമേഗ ഈസ് നത്തിങ് ബട്ട് വാട്ട് 1/√LC. നമ്മളൊന്നും കാണാൻ പഠിക്കണ്ട അല്ലേ 1/√LC. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ക്വാളിറ്റി ഫാക്ടർ വിൽ ബി ഈക്വൽ ടു 1/√LC × 1/R. എന്നിട്ട് എന്തുണ്ട് ഇവിടെ ക്വാളിറ്റി ഫാക്ടർ എന്നുണ്ട് ഇതിപ്പോൾ 1/LC ഒമേഗൻ്റെ വാല്യൂ ആയിട്ടുള്ളൂ 1/R ഉണ്ട്. ഇനി ഇവിടെ എന്തുണ്ട് ഒരു ഇൻഡക്ടറിൻ്റെ വാല്യൂ ഉണ്ട്. സോ ഇത് നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഈ എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇറ്റ് വിൽ ബി എന്താ √L എന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ സ്ക്വയർ റൂട്ടിനുള്ളിൽ L² എന്ന് എഴുതണം. നല്ല പുറത്ത് വരുമ്പോൾ എല്ലാം ഉള്ളൂ /LC × 1/R. സോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും യു വിൽ ഗെറ്റ് 1/R പുറത്തെടുത്ത് L/C. സോ അങ്ങനെയും ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? സോ കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുക വളരെ എളുപ്പത്തിൽ ഈ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ?